ഹലോ എവരി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ ആക്ടിവിറ്റി 2.1 എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ് വരയ്ക്കണം. ദെൻ ഇൻക്രിമെൻറ്റ് 0.1 സെറ്റ് ചെയ്യുക. ജി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ വരയ്ക്കുക. ദെൻ സ്ലൈഡർ മൂവ് ചെയ്യുക. അപ്പോൾ എയുടെ വാല്യൂസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഗ്രാഫ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ജിയോജിബ്ര ക്ലാസ്സിക് എടുക്കുന്നു. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ് റേസ് ടു 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഇൻക്രിമെൻറ്റ് 0.1. സ്ലൈഡർ ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡറിൽ ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡറിൻ്റെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 0.1 ആണ്. 0.1 ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡിഫൈൻ ചെയ്യാറുള്ളത് ജി ഈക്വൽ ടു എഫ് പ്ലസ് എ. ജി ഈക്വൽ ടു എഫ് പ്ലസ് എ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റർ അടിക്കുക. ദെൻ ജിയുടെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുക. സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നോക്കുക. ജി കുറയുമ്പോൾ ഗ്രാഫ് താഴോട്ട് പോകുന്നു. എയുടെ വാല്യൂ കൂടുമ്പോൾ ജി മുകളിലോട്ടും പോകുന്നു. ഓക്കെ, സോ വേർട്ടിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ഓക്കെ, ജി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനോട് സ്മോൾ എ, അതായത് സ്ലൈഡറിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ജി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇത് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണുന്നതിനായിട്ട് ഇത് ട്രേസ് ചെയ്യാം. ട്രേസ് ചെയ്യുന്നതിനായിട്ട് ജിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഷോ ട്രേസ് കൊടുക്കുക. ദെൻ ഇവിടെ ആനിമേഷൻ ഓൺ ചെയ്യുക. ആനിമേഷൻ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേർട്ടിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഫംഗ്ഷൻ മാറ്റി കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇൻപുട്ട് ബോക്സ് ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് ബോക്സിൻ്റെ ക്യാപ്ഷൻ ഫംഗ്ഷൻ്റെ പേരാണ്. ഫംഗ്ഷൻ എഫ് എന്ന് കൊടുക്കാം. ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ. ദെൻ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസ് ഓരോന്നായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ആദ്യം ആബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. എ ബി എസ് എക്സ് എന്ന് കൊടുക്കാം. എ ബി എസ് എക്സ് എന്ന് പറയുന്ന ആബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ ആനിമേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വേർട്ടിക്കൽ ഷിഫ്റ്റാണ് വീണ്ടും സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വേർട്ടിക്കൽ ഷിഫ്റ്റാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദെൻ അടുത്തത് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഗ്രാഫ് വരയ്ക്കാം. എക്സ് ക്യൂബ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സ് റേസ് ടു 3 എന്ന് ടൈപ്പ് ചെയ്യാം. എക്സ് റേസ് ടു 3 എൻ്റർ അടിക്കുക. ആനിമേഷൻ ഓൺ ചെയ്യുക. ഓക്കെ ഓക്കെ ഇവിടെയും ശ്രദ്ധിക്കുക, വേർട്ടിക്കൽ ഷിഫ്റ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. വേർട്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലോർ ഫംഗ്ഷനും സൈൻ എക്സ് ഫംഗ്ഷനുമാണ്. ഓക്കെ, വേർട്ടിക്കൽ ഷിഫ്റ്റ് തന്നെയാണ് എക്സ് ക്യൂബിലും സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ്. ആനിമേഷൻ ഓൺ ചെയ്യുക. വേർട്ടിക്കൽ ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, then അടുത്തതായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോർ എക്സ് ആണ്. ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആനിമേഷൻ ഓൺ ചെയ്യുന്നു. ഓക്കെ, ഒബ്സർവ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് സംഭവിക്കുന്ന ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോസ് എക്സ് ആണ്. ഓക്കെ, കോസ് എക്സ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് ഇൻപുട്ട് ബാർ എടുക്കുക. ഇൻപുട്ട് ബോക്സിൽ കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുക. ദെൻ ഷിഫ്റ്റ് ഒബ്സർവ് ചെയ്യുന്നതിനായിട്ട് വേർട്ടിക്കൽ ഷിഫ്റ്റാണ് എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് ഗ്രാഫിൽ സംഭവിക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഷിഫ്റ്റാണ്. മുകളിലോട്ടും താഴോട്ടുമുള്ള ഫംഗ്ഷൻ്റെ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ആക്ടിവിറ്റി 2.2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഒട്ടും ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ ആയിരുന്നു. ദെൻ ഇവിടെ നമ്മളൊരു മാറ്റം വരുത്താൻ പോവാണ്. ഇതിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇതിനെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. ജീനെ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്നാക്കുന്നു. ഓക്കെ, ദെൻ എൻ്റർ അടിക്കുക. സോ ഇപ്പോൾ നമുക്ക് ഗ്രാഫിൽ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ചുവപ്പിൽ കാണിക്കുന്നതാണ്. ദെൻ ഇപ്പോൾ സംഭവിക്കുന്ന ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഫംഗ്ഷനെ ഞാൻ ഇൻപുട്ട് ബോക്സിൽ എക്സ് സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ സംഭവിക്കുന്ന ഷിഫ്റ്റ് നോക്കുക. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് ഗ്രാഫിന്? യെസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഷിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന മുൻപ് ചെയ്ത പോലെ തന്നെ ഓരോ ഫംഗ്ഷൻസ് മാറ്റി മാറ്റി കൊടുക്കുകയാണ്. നമുക്കിവിടെ ടേബിൾ 4 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ.
ദെൻ എയുടെ വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും, റേഞ്ച് എന്തായിരിക്കും നോക്കാം. സോ റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറ് തന്നെയാണ്. റേഞ്ച് സീറോയ്ക്ക് മുകളിലോട്ട് ക്ലോസ് സീറോ ഇൻഫിനിറ്റി ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, തന്നെ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആകാൻ കിട്ടണമെങ്കിൽ എയുടെ വാല്യൂ -2 ഓക്കെ, എയുടെ വാല്യൂ -2 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണ്. ദെൻ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറ് തന്നെയാണ്. റേഞ്ച് ക്ലോസ് ടു സീറോ, മുകളിലോട്ടാണ്, ക്ലോസ് ടു സീറോ ഇൻഫിനിറ്റി ആണ് ഇവിടെ റേഞ്ച്. ദെൻ ഫംഗ്ഷൻ ആബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സിൽ ABS(x) എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ എക്സ് മൈനസ് മോഡുലസ് ഓഫ് x-1 ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എയുടെ വാല്യൂ -1 ആക്കുക. ഇപ്പോൾ x-1 ഹോൾ സ്ക്വയർ. ഓക്കെ, മോഡുലസ് ഓഫ് x-1 ആണ് ഫംഗ്ഷൻ. ദെൻ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറാണ്, റെഡിൽ കാണിച്ചിരിക്കുന്നതാണ് മോഡുലസ് ഓഫ് x-1. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സീറോ ഇൻഫിനിറ്റി ആണ്. ദെൻ വാട്ട് അബൌട്ട് മോഡുലസ് ഓഫ് x+2? അത് കിട്ടുന്നതിനായിട്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് സെറ്റ് ചെയ്യാം. എയുടെ വാല്യൂ 2 ആക്കിയിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് x+2 ആയിരിക്കും നമുക്ക് കിട്ടുക. ദെൻ മോഡുലസ് ഓഫ് x+2ൻ്റെ ഡൊമൈന് 6, റേഞ്ച് ക്ലോസ് സീറോ ഇൻഫിനിറ്റി. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് കിട്ടുന്നതിനായിട്ട് ഫംഗ്ഷൻ x⁻³ എന്ന് റീഡിഫൈൻ ചെയ്യും. x⁻³ എൻ്റർ അടിക്കുന്നു. ദെൻ ഇവിടെ ഡൊമൈനും റേഞ്ചും കംപ്ലീറ്റ് ആറാണ്. സോ നമുക്കിവിടെ x+3 ഹോൾ സ്ക്വയർ കിട്ടുന്നതിനായിട്ട് എയുടെ വാല്യൂ 3 എന്ന് സെറ്റ് ചെയ്യുക. x-2 ഹോൾ ക്യൂബ് കിട്ടുന്നതിനായിട്ട് എയുടെ വാല്യൂ 2 എന്ന് സെറ്റ് ചെയ്യാം, -2 എന്ന് സെറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഡൊമൈനും റേഞ്ചും കംപ്ലീറ്റ് ആറും തന്നെയായിരിക്കും കിട്ടുക. ദെൻ അടുത്തതായിട്ട് ഫ്ലോർ ഫംഗ്ഷൻ ആണ് കിട്ടേണ്ടത്. ഫ്ലോർ ഫംഗ്ഷൻ കിട്ടുന്നതിന് കോഡ് ഇൻപുട്ട് ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ ഫ്ലോർ എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇവിടെ ഡൊമൈനും റേഞ്ചും കംപ്ലീറ്റ് ഡൊമൈൻ കംപ്ലീറ്റ് ആറാണ്. റേഞ്ച് എന്ന് പറയുന്നത് സെഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് റേഞ്ച് എന്ന് പറയുന്നത് സെഡ് തന്നെയായിരിക്കും. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആയിരിക്കും ഇവിടെ റേഞ്ച് വരിക. അടുത്തതായിട്ട് സൈൻ എക്സ് കോസ് എക്സ്. സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ സൈൻ എക്സ്. ഓക്കെ, സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ ഗ്രാഫാണിത്. വെർട്ടിക്കൽ ഷിഫ്റ്റ്, ഹൊറിസോണ്ടൽ ഷിഫ്റ്റിൽ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറ് തന്നെയാണെന്ന് ഒബ്സർവ് ചെയ്യുക. റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ചിൽ മാറ്റമൊന്നും വരുന്നില്ല. റേഞ്ച് ക്ലോസ്ഡ് -1 to 1 തന്നെയാണ്. ഓക്കെ, അടുത്തിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആക്ടിവിറ്റി 2.3 ആണ്. ഓക്കെ, 2.2യുടെ എ എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ f(x) x² എന്ന് സെറ്റ് ചെയ്യുക. 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സോ ഓൾറെഡി ഒരു സ്ലൈഡർ ഉണ്ട്, അതിൻ്റെ ഇൻക്രിമെൻ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് മാറ്റി 0.01 എന്നാക്കുക. 0.01. ദെൻ ഒരു സ്ലൈഡറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്ലൈഡറിൻ്റെ പേര് ബി എന്ന് കൊടുക്കുക. അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.01 എന്ന് കൊടുക്കുക. ഓക്കെ, 2 സ്ലൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ജി എന്ന് പറയുന്നത് f(x+a + b) എന്നാക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു +b എന്നും കൂടെ ആഡ് ചെയ്യാം, +b. ഓക്കെ, ദെൻ നമുക്കിവിടെ പുതിയൊരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫംഗ്ഷൻ x² എന്ന് സെറ്റ് ചെയ്യാം. x⁻², x² എന്നാക്കിയിട്ടുണ്ട്. ദെൻ ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ f1 വേണ്ടി ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. x² + 6x + 7 എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം എയുടെയും ബിയുടെയും വാല്യൂ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, x² + 6x + 7. സോ അതിന് വേണ്ടിയിട്ട് അത് കിട്ടുന്നതിനായിട്ട് x² + 6x + 7 നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യണം. x² എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ ഹൈഡ് ചെയ്യുവാണ്. ദെൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു x² + 6x -+7 പുതിയതായിട്ട് x² + 6x + 7 എന്ന് പറയുന്ന ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് x² + 6x + 7 ആണ്. ഇത് ഇപ്പോഴുള്ളത് x-1.1 ഹോൾ സ്ക്വയർ + 1 ആണ്. ദെൻ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. എയുടെയും ബിയുടെയും വാല്യൂ മാറ്റുന്നു. റൈറ്റിലേക്കാണ് വാല്യൂ മാറ്റേണ്ടി വരിക. സോ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എയുടെ വാല്യൂ കൂടി വരുന്നു. എയുടെ വാല്യൂ കൂടുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ദെൻ എയുടെ വാല്യൂ ഇവിടെ -3 വരെ എത്തിക്കുക. എയുടെ വാല്യൂ 3 + 3 സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ബിയുടെ വാല്യൂ കുറച്ച് കൊണ്ടുവരിക.
ബിയുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ ഡൗൺവേർഡ് ഷിഫ്റ്റ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്, ഡൗൺവേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ദെൻ ബിയുടെ വാല്യൂ ബിയുടെ വാല്യൂ ടൂവിലെത്തിക്കുന്നു. ബിയുടെ വാല്യൂ ടൂവിലെത്തിക്കുമ്പോൾ ഈ രണ്ട് ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്യുക. സോ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ഇപ്പോൾ സെയിം ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ത്രീ ഓൾ സ്ക്വയർ മൈനസ് ടു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് സെവൻ ആണ്. സോ ഇവിടെ നമുക്ക് ഈ ലാബിൽ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എയുടെ വാല്യൂ ത്രീയും ബിയുടെ വാല്യൂ ടു ആണ്. സോ ഇതുപോലെ സിമിലർ ആയിട്ട് ബാക്കി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് യൂസിങ് ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനേഷൻ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഡെഫിനേഷൻ നമ്മൾ റൂട്ട് എക്സ് എന്ന് മാറ്റുവാണ്. ഓക്കെ, ഡെഫിനേഷൻ റൂട്ട് എക്സ് എന്ന് മാറ്റുന്നു. എസ് ക്യു ആർ ടി എക്സ് എന്ന് മാറ്റി റൂട്ട് എക്സ് ആയിട്ട് നമ്മുടെ ഡെഫിനിഷൻ. ദെൻ അതിനനുസരിച്ച് ജിയും മാറണം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണിത്. ദെൻ വാല്യൂ ഓഫ് എ ബി സോ ദാറ്റ് റേഞ്ച് ജി ഓഫ് എക്സ്, റേഞ്ച് എന്ന് പറയുന്നത് ഫോളോയിങ് ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കണം എന്ന ചോദ്യം. ഡൊമൈന് -2 to ഇൻഫിനിറ്റി. ഡൊമൈന് ഡൊമൈൻ -2 മുതൽ ഇൻഫിനിറ്റി വരെ. -2 മുതൽ ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ. സോ സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് -2 മുതലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. റേഞ്ച് എന്ന് പറയുന്നത് 3 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കണം. സോ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക, ബിയുടെ വാല്യൂ മാറ്റിക്കൊണ്ട് വരിക. ബിയുടെ വാല്യൂ മുകളിലോട്ട് ക്ലോസ് 3 to ഇൻഫിനിറ്റി ആയിരിക്കണം. സോ 3 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കുക. സോ 3 അതിന് മുകളിലോട്ടായിരിക്കണം. ദെൻ 3 എന്ന് പറയുന്നത് എത്തിയിരിക്കുന്നത്. സോ ഒബ്സർവ് ചെയ്യുക, എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ ബിയുടെ വാല്യൂ 3 ആയിരിക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ഡൊമൈൻ റേഞ്ച് വരിക. സോ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 പ്ലസ് 3 ആണ്. ദെൻ സിമിലർലി -4 to ഇൻഫിനിറ്റി ഡൊമൈൻ വരണമെങ്കിൽ എന്തായിരിക്കണം എയുടെ വാല്യൂ? -4ലേക്ക് വരണമെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4ലെത്തിക്കുക. ഇപ്പോഴാണ് ഡൊമൈൻ -4ലേക്ക് വരിക. ഓക്കെ, ഡൊമൈൻ -4 to ഇൻഫിനിറ്റി ആണ്, റേഞ്ച് -2 to ഇൻഫിനിറ്റി ആക്കണം. അതിന് വേണ്ടിയിട്ട് ബി ചേഞ്ച് ചെയ്യിക്കുക. ബിയുടെ വാല്യൂ നമ്മൾ -2ലെത്തിക്കണം. ഓക്കെ, ബിയുടെ വാല്യൂ -2ലെത്തിച്ചു. ഇപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് -2 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സിമിലർലി അടുത്ത പ്രോബ്ലം ചെയ്യുക. അതിനടുത്തായിട്ട് റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ അടുത്തത് ചെയ്യേണ്ടത് ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ജി ഓഫ് എക്സ് നമ്മൾ റീഡിഫൈൻ ചെയ്യുവാണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ ഇതിൻ്റെ ഏറ്റവും പുറത്തൊരു മൈനസ് ഇട്ട് കൊടുക്കുക. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ദെൻ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഒബ്സർവ് ചെയ്യുക. ദെൻ ഇവിടെ എന്ത് തരത്തിലുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. സ്ലൈഡർ ബി എന്ന് പറയുന്നത് ഹൈഡ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ എയും സ്ലൈഡർ രണ്ടും ഓഫ് ചെയ്യുവാണ്. ദെൻ നമ്മൾ ഗ്രാഫ് മൂവ് ചെയ്യിക്കുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത് നോക്കാം. ഓക്കെ, ദേ ആർ ഫസ്റ്റ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് മിറർ ഇമേജ് ആണ് എന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആൻഡ് ഒബ്സർവ് ദ ഗ്രാഫ്സ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇതിൻ്റെ ഡൊമൈൻ എക്സ് സ്ക്വയറിൻ്റെ മിറർ ഇമേജിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെയിം ക്ലോസ് ടു 0 ക്ലോസ് ആറാണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് 0 to -ഇൻഫിനിറ്റി ടു ക്ലോസ് 0 ആണ്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ ഗ്രാഫ് നമുക്ക് കാണാം. എക്സ് സ്ക്വയർ പ്ലസ് 2 എൻ്റർ ചെയ്യുക. സോ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ ഡൊമൈന് ഡൊമൈന് ആറാണ്. റേഞ്ച് ഫസ്റ്റിൻ്റേത് 2 to ഇൻഫിനിറ്റിയും ഇതിൻ്റേത് -ഇൻഫിനിറ്റി ടു -2 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ -1. അതിൻ്റെ ഡൊമൈൻ കിട്ടുന്നതിനായിട്ട് ഇവിടെ -1 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ദെൻ എക്സ് സ്ക്വയർ -1ൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 6, റേഞ്ച് -1 മുതൽ ഇൻഫിനിറ്റി വരെ.
ദെൻ റേഞ്ച് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ മിറർ ഇമേജിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് ഇപ്പോൾ കാണുന്നത്. മിറർ ഇമേജിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 6, റേഞ്ച് -∞ to 1 വരെയാണ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ പോകണം. എ ബി എസ് ഓഫ് എക്സ് -1. സോ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറാണ്. രണ്ടിൻ്റെയും റേഞ്ച് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആറ്, രണ്ടിൻ്റെയും റേഞ്ച് -1 to ഇൻഫിനിറ്റി. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ അത് മൈനസ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് -∞ to 1 ആണ്. ഒന്ന് ഒബ്സർവ് ചെയ്യുക. ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യാം. മോഡുലസ് ഓഫ് എക്സ് -1 എൻ്റർ അടിക്കുക. ദെൻ ഇവിടെ രണ്ടിൻ്റെയും ഡൊമൈന് ആറാണ്. റേഞ്ച് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ∞, സെക്കൻഡ് ഫംഗ്ഷൻ്റെയും റേഞ്ച് ∞. ദെൻ അടുത്തായിട്ട് ഗ്രേറ്റസ്റ്റ് ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ച് ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്ലോർ എക്സ് ഡൊമൈനും റേഞ്ചും സെയിം ആണെന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ഫംഗ്ഷൻ 1/xന് മുന്നേ ആയിട്ട് x² + 2x + 1 x² + 2x + 1. ഓക്കെ, ഇവിടെ ഡൊമൈനും റേഞ്ചും ഡൊമൈൻ ∞, 6, റേഞ്ച് ഈ ഫംഗ്ഷൻ്റെ ഇത് ∞ ആണെങ്കിൽ രണ്ടാമത്തതിൻ്റെ -∞ to 0. ദെൻ 1/xൻ്റെ എന്തായിരിക്കും നോക്കാം. 1/x എന്ന് ടൈപ്പ് ചെയ്യാണ്. 1/x എന്ന് എൻ്റർ അടിച്ചു. ദെൻ നോക്കുക, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ രണ്ടിൻ്റെ ഡൊമൈനും റേഞ്ചും r-0 ആണെന്ന് ഒബ്സർവ് ചെയ്യുക. ദെൻ സൈൻ എക്സ് ആണിത്. സോ സൈൻ എക്സിൻ്റെ ഡൊമൈനും റേഞ്ച് സെയിം ആണ്. സോ ഒരു മൈനസിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ 6 സിമിലർ ആയിട്ടുള്ള തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തത് f of -x ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ f of x ആണ് ചെയ്തത്. ദെൻ ഫംഗ്ഷൻ g എന്ന് പറയുന്നതിന് പകരം ജിനെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. g എന്ന് പറയുന്നത് -f of -x എൻ്റർ അടിക്കുന്നു. ദെൻ എന്തൊക്കെയാണ് മാറ്റം നോക്കാം. x³ എന്ന് ടൈപ്പ് ചെയ്യാം. ഫംഗ്ഷൻ x³ x⁻³ എൻ്റർ അടിക്കുക. ദെൻ ഇത് x³ ഗ്രാഫാണ്. ദെൻ ഡൊമൈനും റേഞ്ചും സെയിം ആണ്. ദെൻ x² അവിടെ x² രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു. ദെൻ സൈൻ എക്സ് ദെൻ ഒരു മൈനസിൻ്റെ റിഫ്ലക്ഷൻ ആണ്. ദെൻ cos x ആകുമ്പോൾ സെയിം ആണ് വരുന്നത്. ദെൻ abs സെയിം ആണ് വരുന്നത്. സോ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മിറർ ഇമേജ് വരും, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ സെയിം തന്നെ ആയിരിക്കും വരിക. സോ ഇത് ഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലാബിലുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ 1 by 1 ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കുക.